രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ആന്റണി തുടരണം. ശ്രീ രാഹുൽ ഈശ്വർ, ഉടയ്ക്ക് സ്വാമി തേങ്ങ എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ 15 ദിവസത്തെ സമയത്തിനൊടുവിൽ അത് തച്ചുടച്ചത് ഭീകര കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് ഈ താമസമെടുത്തത്. കൃത്യമായി അത് സാധാരണക്കാരെ മാറ്റി അവരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്രമണമല്ലേ ഈ സമയത്ത് ഇന്ത്യ നടത്തിയത്? രാഹുൽ, 100% ഒരു തീവ്രവാദി ആക്രമണത്തിന് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് കൃത്യമായി ലോകത്തിന് മുമ്പിൽ വിവരിച്ചു കൊടുക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വം. കൃത്യമായി തീവ്രവാദി ആക്രമണം അല്ലെങ്കിൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചു, ജോസഫ് ആന്റണി സാറ് പറഞ്ഞതുപോലെ. എന്നാൽ വളരെ റെസ്ട്രെയിൻറ്റോടുകൂടി തന്നെ പെരുമാറുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ഇത് ഫേസ് 1 ആണ്. പാകിസ്ഥാന്റെ റിട്ടാലിയേഷനെ ബേസ് ചെയ്ത് ബാക്കിയുള്ള ഫേസുകളും വരും എന്ന ശക്തമായ നിലപാടും കൂടി നമുക്ക് പറയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ടെറർ കേന്ദ്രങ്ങളെ അതിശക്തമായി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ സിവിലിയൻസിന് യാതൊരു ദോഷവും ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ പാകിസ്ഥാനല്ല, അതായത് നമ്മൾ പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ അല്ല എന്ന് വ്യക്തമായ മെസ്സേജ് കൊടുത്ത് അവിടുത്തെ ഒരു സാധാരണക്കാരനെയോ ടൂറിസ്റ്റിനെയോ അവിടുത്തെ ഒരു പാവപ്പെട്ടവന്റെയോ മേളിൽ യാതൊരു രീതിയിലുമുള്ള ദോഷം വരുത്താതെ എന്നാൽ പ്രിസിഷൻ സ്ട്രൈക്സ് എന്ന് നമ്മൾ പറയുന്ന അതിശക്തമായ രീതിയാണ്. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ അടക്കം സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ റെസ്ട്രെയിൻസ് അവിടെയും കാണാം. ഇത് നോൺ എസ്കലേറ്ററി നേച്ചറാണ് എന്ന് വരെ നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇത് എസ്കലേറ്റ് ചെയ്തൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ ആകണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ 26-27 ഇന്ത്യക്കാർ മരിച്ചതാണ്. അതിന് തീർച്ചയായും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒഫൻസീവ് ഒരു വശത്ത്, പക്ഷേ ഒരു മിലിറ്ററി ഒഫൻസ് തീർച്ചയായിട്ടും വേണ്ടിവരും എന്നുള്ളത് സത്യമാണ്. ഇത് കാശ്മീരിനെ രക്ഷിക്കാനും കാശ്മീരി ജനതയെ കൂടെ രക്ഷിക്കാനാണ്. ഒരു കൗതുകം കൂടി പറയാം. ഇന്ത്യയിൽ ഒരിക്കൽ മാത്രമാണ് മഹാത്മാഗാന്ധി ആർമിയോട് എന്താ പറയുന്നത് യുദ്ധം വേണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുദ്ധത്തിന് നിങ്ങൾ സജ്ജരാവൂ എന്ന് പറയുന്നത്. 1947 സുദീപ് സെന്നിനോട് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധി പറയുകയാണ്, വാറ് തെറ്റാണ്, പക്ഷേ കാശ്മീരിന് വേണ്ടി നിങ്ങൾക്കത് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗത്യന്തരമില്ലാതെ പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തിന്, അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേർഡ് നോൺ സ്റ്റേറ്റ് ടെറർ ആക്ടേഴ്സ്, അങ്ങനെയാണ് അവരെ പലപ്പോഴും വിളിക്കുക. പലപ്പോഴും പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യാന്നാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ നോൺ സ്റ്റേറ്റ് ടെറർ ആക്ടേഴ്സിനെ അതിശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരുപക്ഷെ ഇതിനൊരു മറുപടി. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ട്വിറ്ററിലടക്കം അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്ന വാക്ക് റെസ്പോണ്ടിങ് അപ്രോപ്രിയേറ്റ്ലി ഇൻ എ കാലിബ്രേറ്റഡ് മാനർ. അതായത് നമ്മൾ നീതിയാണ് കൊടുക്കുന്നത്, പക്ഷെ വളരെ കാലിബ്രേറ്റഡ് ആയി, വളരെ പ്രിസൈസ് ആയി. ഈ ഓപ്പറേഷൻ സിന്ദൂർ വളരെ നല്ല പേരുമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അവിടുത്തെ ഹിമാൻഷിയുടെ സിന്ദൂരം മാച്ച് കളഞ്ഞ, അതായത് ഹിമാൻഷി നർവാൾ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം എതിരെയായി മാറിയ, കല്യാണം കഴിച്ച് 6-ാം ദിവസം വിധവയായ നമ്മുടെ നേവിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സൈനികന്റെ ഭാര്യയുടെ ആ സിന്ദൂരം മാച്ച് കളഞ്ഞ ആ നടപടിക്ക് അതിശക്തമായ തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന വാക്കുപോലും വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഇന്ത്യ അതിശക്തമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ വിജയമാണ്, ഇന്ത്യൻ ആർമിയുടെ വിജയമാണ്, പ്രധാനമന്ത്രിയുടെ വിജയമാണ്, എല്ലാ പാർട്ടികളുടെയും വിജയമാണ്. കാര്യം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രധാനമന്ത്രിക്ക് കലവറയില്ലാത്ത പിന്തുണ കൊടുക്കുകയും അദ്ദേഹം എന്ത് നിലപാടും നടപടി എടുത്താലും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ ഒരു രാജ്യമെന്ന രീതിയിൽ ഇന്ത്യ ഒരുമിച്ച്, പ്രത്യേകിച്ച് ഒരു 99%, 1% അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം കാണാം, പക്ഷേ 99%ഉം ഇന്ത്യ ഒരുമിച്ച് പാകിസ്ഥാന് അതിശക്തമായ നിലപാട് നടപടിയും കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റും പ്രൈം മിനിസ്റ്ററുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. വളരെ വീക്കായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വി ഹാവ് എവറി റൈറ്റ് ടു റെസ്പോണ്ട് ഫോഴ്സ്ഫുള്ളി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വാർ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ട് ഓഫ് വാർ ആണ് ഇന്ത്യ ചെയ്തതെന്ന്. ശരി, യുദ്ധപ്രഖ്യാപനത്തിലേക്കൊന്നും പോവും എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതിശക്തമായി തിരിച്ചടി കൊടുത്ത ഇന്ത്യൻ ആർമിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും, സല്യൂട്ട്. തീർച്ചയായും. ശ്രീ ജോസഫ് ആന്റണി, ഇത്തവണ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കശ്മീർ എന്ന് പറയുന്ന ഒരു മേഖല തിരിച്ച് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക്, ഈ രാജ്യത്തെ മറ്റ് ജനങ്ങളെ പോലെ സാധാരണ മട്ടിൽ ജീവിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത്, അവരുടെ ഏറ്റവും നല്ലൊരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തി ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിക്കാൻ തക്ക വിധത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി അതിലുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ ഇന്ത്യ ഒന്നിച്ചു നിന്നതും കശ്മീരിലെ ജനങ്ങൾ സാധാരണഗതിയിൽ നേരത്തെ എൽദോ പറഞ്ഞതുപോലെ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്ത്, അല്ലെങ്കിൽ തീവ്രവാദികളെ ഒളിച്ചിരിക്കാൻ സ്ഥലം കൊടുത്തിരുന്ന ഒരു സ്ഥലത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ആർമിക്ക് നമ്മൾ തെരുവുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ANI പലയിടത്തെയും ദൃശ്യങ്ങൾ തരുന്നുണ്ട്. തെരുവുകളിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു. അതായത് ഈ ഒരു ആക്രമണം കശ്മീരികൾ അടക്കം ഈ രാജ്യത്തെ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അത് ഒരു കണ്ടില്ല ദൃശ്യങ്ങൾ. അതാണ്
ഈ കാണുന്ന ആവേശം അത് ഒരുപക്ഷെ ഇന്ത്യയുടെ മറുപടിയാണ്. ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക. അതെ, ഏത് തരത്തിലാണെങ്കിലും മറുപടിക്ക് കാത്തിരുന്നവർ അത് ഏത് തരത്തിലാണ് ആഘോഷിക്കുക എന്നുള്ളത് അത് കൃത്യമായും ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അഭിമാനിക്കേണ്ട കാര്യം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ജീവൻ വെടിഞ്ഞത് സാധാരണക്കാരാണ്. നമ്മൾ സാധാരണക്കാർ ലക്ഷ്യമിട്ടിട്ടില്ല. നമ്മൾ ലക്ഷ്യമിട്ടത് ഭീകരവാദികളെ മാത്രമാണ്. ഭീകര കേന്ദ്രങ്ങളെ മാത്രം, ഭീകരവാദികളെ മാത്രം. അങ്ങനെ ആക്രമണം നടത്താൻ അറിയാം ഇന്ത്യക്ക് എന്നൊരു സന്ദേശം അത് ഈ സമയത്ത് എത്രത്തോളം നമ്മൾ ലോകത്ത് പലയിടത്തും യുദ്ധവും ആക്രമണവും ഒക്കെ കാണുമ്പോൾ സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നുകൂടി പറഞ്ഞു വെക്കുന്നില്ലേ ഈ അറ്റാക്ക്?